ഹലോ, ഞാൻ ശ്രീലക്ഷ്മി അജേഷ്. ഇത് സംവാദ് ജംഗ്ഷൻ വിത്ത് ശ്രീലക്ഷ്മി. നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് BJP എന്ന പാർട്ടിയുടെ ചരിത്രത്തെക്കുറിച്ചാണ്. ഇതൊരു പാർട്ടി പ്രൊമോഷൻ അല്ല, മറിച്ച് നമ്മുടെ രാജ്യത്ത് നമ്മൾ വോട്ട് ചെയ്യേണ്ട 3 പാർട്ടികളുടെയും ചരിത്രം നമ്മൾ അറിഞ്ഞിരിക്കണം എന്നുള്ള ഒരു ചെറിയ ചുമതലാബോധത്തിന്റെ കീഴിൽ ഞാൻ ചെയ്യുന്ന ഒരു വീഡിയോ ആണ് കേട്ടോ. അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. BJP എന്ന ഭാരതീയ ജനതാ പാർട്ടി ഇന്ത്യയിൽ വേരുറപ്പിക്കുന്നത് ആകസ്മികമായിട്ടോ യാദൃച്ഛികമായിട്ടോ അല്ല. അതിന് പതിറ്റാണ്ടുകളോളം നീളുന്ന ആശയയാത്രകളുടെയും നിരാശകളുടെയും തിരിച്ചുവരവുകളുടെയും ഒരു കഥയുണ്ട്. സ്വാതന്ത്ര്യത്തിന് ശേഷം ഇന്ത്യ ഒരു രാഷ്ട്രമായി മുന്നേറിക്കൊണ്ടിരിക്കുമ്പോൾ അനേക വർഷം ഒരേ രാഷ്ട്രീയ നേതൃത്വത്തിന്റെ കീഴിൽ ജീവിച്ചു പോകുന്നവരാണ് നമ്മൾ, കോൺഗ്രസിന്റെ കീഴിൽ. 1970-80 കാലഘട്ടത്തിലുണ്ടായിരുന്ന അടിയന്തരാവസ്ഥയും അതിനെ തുടർന്നുണ്ടായിരുന്ന ജനങ്ങളുടെ ഭരണത്തിലുള്ള അതൃപ്തിയും അഴിമതി ആരോപണങ്ങളും ഒക്കെ ജനങ്ങളിൽ മറ്റൊരു പാർട്ടി കൂടെ ഉണ്ടെങ്കിൽ എന്ത് എന്നുള്ളൊരു ചിന്ത വന്നു തുടങ്ങി. ജനങ്ങൾക്കിടയിൽ ഉണ്ടായിരുന്ന ആ ഒരു ചിന്തയാണ് ഇന്ത്യയിൽ BJPക്ക് മണ്ണൊരുക്കം നടത്താൻ ഇടയായത്, അല്ലെങ്കിൽ വേരുകളൊന്ന് വെക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സാഹചര്യം ഒരുക്കിയത്. 1980-ലാണ് BJP രൂപം കൊള്ളുന്നത്. പക്ഷേ അതിനു മുന്നേ തന്നെ BJPയുടെ വിത്തുകൾ അല്ലെങ്കിൽ വേരുകൾ ചെറുതായിട്ട് ഓടിത്തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അത് 1951 ശ്യാമപ്രസാദ് മുഖർജി രൂപം കൊടുത്ത ജനസംഘിലൂടെയായിരുന്നു. ഒരു രാജ്യം ഒരു ഭരണഘടന എന്ന ദേശീയതയെ മുൻനിർത്തിയായിരുന്നു അവരുടെ പാർട്ടി പ്രവർത്തനങ്ങൾ നടന്നിരുന്നത്. എന്ന് വെച്ചാൽ നമ്മുടെ ഇന്ത്യ മഹാരാജ്യത്ത് ഇന്ത്യൻ ഭരണഘടന അനുശാസിക്കുന്ന നിയമങ്ങളും നീതിയും മാത്രം മതി. ഒരു മതത്തിന്റെയോ ഒരു സമുദായത്തിന്റെയോ ഒരു രാഷ്ട്രത്തിന്റെയോ പേരിൽ പ്രത്യേക നിയമാവലികൾ പാടില്ല എന്നുള്ളതായിരുന്നു ആദ്യത്തെ ജനങ്ങൾക്ക് വേണ്ടി വെച്ച BJPയുടെ ആശയം. അതായത് നമ്മൾ എല്ലാവരും സമന്മാരാണ്, ആർക്കും വ്യത്യാസങ്ങളില്ല എന്നുള്ള ഒരു ഇക്വാലിറ്റി. അപ്പോ 1980 ഈ പറഞ്ഞ BJP രൂപം കൊണ്ടതിന് ശേഷം 1984 ആദ്യമായി അവർ ഇലക്ഷനെ ഫേസ് ചെയ്യുന്നത്, ലോക്സഭാ ഇലക്ഷനെ ഫേസ് ചെയ്യുന്നത്. ആ ലോക്സഭാ ഇലക്ഷനെ ഫേസ് ചെയ്യുമ്പോൾ അവർക്ക് കിട്ടിയത് ഇന്ത്യയിൽ ആകെ 2 സീറ്റാണ്. 543-ൽ 2. അത് ഒന്ന് ഗുജറാത്തിലും ഒന്ന് ആന്ധ്രാപ്രദേശിലും. ആ 2 കിട്ടിയപ്പോൾ തന്നെ കൂടെ ഉണ്ടായിരുന്ന വലിയ പാർട്ടികളൊക്കെ വിചാരിച്ചു ഇത് സ്ക്രീനിലേ ഉണ്ടായിരിക്കില്ല, ഇത് പെട്ടെന്ന് തന്നെ പോയിക്കോളും, ആകെ 2 സീറ്റല്ലേ ഉള്ളൂ എന്ന് വിചാരിച്ചു. പക്ഷെ BJPയെ സംബന്ധിച്ച് അതൊരു വലിയ പരീക്ഷയായിരുന്നു. ആ ഒരു തോൽവിയാണ് അവരെ ജനങ്ങളോട് തങ്ങളുടെ ആശയം ശക്തമായി സംസാരിപ്പിക്കാൻ പഠിപ്പിച്ചത്. ആ ഒരു തോൽവിയാണ് തങ്ങൾ ആരാണ് എന്ന് ജനങ്ങളെ ഉദ്ബോധിപ്പിക്കാൻ BJPയെ പഠിപ്പിച്ചത്. അതുപോലെ തന്നെ പ്രവർത്തകരിലേക്ക് എന്താണ് തങ്ങളുടെ മുന്നോട്ടുള്ള രീതികളെന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാൻ പഠിപ്പിച്ചത്. ഒപ്പം BJPയുടെ കുറ്റവും കുറവുകളും പാളിച്ചകളും മനസ്സിലാക്കാൻ പഠിപ്പിച്ചതും 1984 വന്ന ഈ ഒരു ഇലക്ഷനാണ്. ഇങ്ങനെ BJPയുടെ യാത്ര തുടങ്ങുന്ന സമയത്താണ് അടൽ ബിഹാരി വാജ്പേയി എന്നൊരു നല്ല മുഖം ഈ പറഞ്ഞ BJPക്ക് ലഭിക്കുന്നത്. അദ്ദേഹത്തിന്റെ സൗമ്യമായ വാക്കുകളും അതുപോലെ തന്നെ ദൃഢമായിട്ടുള്ള നിലപാടുകളും എതിർ പാർട്ടിക്കാർക്ക് പോലും ബഹുമാനം തോന്നുന്ന തരത്തിലുള്ള രാഷ്ട്രീയ സംസ്കാരത്തിലുള്ള ഇടപെടലുകളുമൊക്കെ BJPക്ക് ഒരു നല്ല പ്രസന്നമായിട്ടുള്ളൊരു മുഖം സമ്മാനിച്ചു. അപ്പോൾ ജനങ്ങളുടെ മുന്നിലേക്ക് ഇത്രയും പോസിറ്റീവായിട്ടുള്ള ഒരാൾ നിന്ന് നയിക്കുന്ന ഒരു പാർട്ടി എന്ന ഖ്യാതി ഉണ്ടാക്കിയെടുക്കുന്നതിനോടൊപ്പം തന്നെ ഈ പാർട്ടിയുടെ ബേസ് ഉണ്ടാക്കിയെടുക്കാൻ താഴേക്കിടയിലേക്ക് പ്രവർത്തിക്കുന്ന ഒരാളായിരുന്നു അടൽജി മുന്നോട്ട് പാർട്ടിയെ നയിക്കുമ്പോൾ പാർട്ടിയുടെ ആത്മാവിനെ താഴെത്തട്ടിലുള്ള ജനങ്ങൾക്കിടയിലേക്ക് കൊണ്ടെത്തിക്കാനാണ് അദ്വാനിജി ശ്രമിച്ചത്. അങ്ങനെ സാധാരണക്കാർക്കിടയിലും മുൻനിരയിലും പാർട്ടിയുടെ നേതൃത്വം ഉറപ്പിക്കുന്ന അവസ്ഥയിലായി. അതോടൊപ്പം തന്നെ ഇലക്ഷൻ വരുമ്പോൾ കാണുന്ന ഒരു പ്രത്യേക പ്രതിഭാസമല്ല രാഷ്ട്രീയ പാർട്ടികളെന്നും അത് തുടർച്ചയായി മുന്നോട്ട് പോകുന്ന ഒരു പ്രസ്ഥാനമാണെന്നും ജനങ്ങൾക്കിടയിൽ ഉദ്ബോധിപ്പിക്കാനുള്ള ഒരു കഴിവും ഈ പറഞ്ഞ 2 പേരിലൂടെ പ്രവർത്തകർക്ക് ചെയ്യാനായി. അങ്ങനെയാണ് BJP വളരെ ശക്തമായി ഒരു അടിയുറച്ച ഒരു പാർട്ടിയായി മുന്നോട്ട് വരുന്നത്. 1984 2 സീറ്റുകൾക്ക് ശേഷം വന്ന പിന്നത്തെ ഇലക്ഷനിൽ അവർക്ക് കിട്ടിയത് 85. 85 161 പിന്നെ 252, പിന്നെ അത് പിന്നെയും കൂടിക്കൂടി വന്നു. അവസാനം ഏറ്റവും ഒടുവിൽ 303. അതിനുശേഷം 242 സീറ്റുകളുമായിട്ടാണ് ഇപ്പൊ ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഏതൊരു പാർട്ടിക്കും അല്ലെങ്കിൽ ഏതൊരു ആൾക്കാർക്കുമുള്ള ഒരു ബേസ് എന്ന് പറയുന്നത് അവരുടെ അടിത്തട്ടിലുള്ള പാർട്ടിയെ അല്ലെങ്കിൽ പാർട്ടിയിലെ അണികളെ
വാർത്തെടുക്കുക എന്നുള്ളതാണ്. അത് തന്നെയാണ് BJP ചെയ്തുകൊണ്ടിരുന്നത്. അത് BJP ചെയ്തുകൊണ്ടിരുന്ന നോർത്ത് സൈഡിലാണെന്നാണ് ഇപ്പൊ നമ്മൾ വായിച്ചറിവുകളിൽ നിന്ന് മനസ്സിലാക്കുന്നത്. കാരണം സൗത്ത് റീജിയണിലേക്ക് BJP എൻ്റർ ചെയ്തിട്ട് വളരെ കുറച്ച് നാളുകൾ മാത്രമേ ആയിട്ടുള്ളൂ. പക്ഷേ നോർത്തില് BJP ഒരു വികാരമായി മാറിക്കൊണ്ടിരിക്കുകയായിരുന്നു അപ്പോൾ എന്നുള്ളതാണ്. ഇപ്പോഴും അതേ ഇലക്ഷൻ വരുമ്പോൾ സൗത്ത് ഭാഗത്ത് BJPക്കുള്ള സീറ്റ് കുറവാണെന്ന് അവരെ ബാധിക്കുന്നതേ ഇല്ല. കാരണം നോർത്തിൽ അവർക്ക് ഒരുപാട് സീറ്റുകൾ ഉണ്ട്. അപ്പൊ ഇതൊക്കെയാണ് BJP എന്ന പാർട്ടിയുടെ ഒരു ചരിത്രം എന്ന് പറയുന്നത്. ഇത് മനസ്സിലാക്കി ഇരിക്കുക എന്ന് പറയുന്നത് ഒരു വലിയ കാര്യമാണ്. ഇതുപോലെ തന്നെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കും കോൺഗ്രസിനും ഒരു നല്ല ചരിത്രമുണ്ട്, നല്ല നേതാക്കളുണ്ട്. നമ്മൾ അവരെയൊക്കെ കുറിച്ച് മനസ്സിലാക്കാൻ പഠിക്കുകയും ചെയ്യുമ്പോൾ നമുക്ക് ഈ 3 പാർട്ടികളോടും സ്നേഹം തോന്നും. ഇപ്പം നമ്മൾ ഈ കാണുന്ന ആൾക്കാരും അല്ലെങ്കിൽ ഈ കാണുന്ന പ്രവർത്തികളുമല്ല ആ പാർട്ടിയുടെ അന്തസത്തത എന്ന് നമുക്ക് മനസ്സിലാവും.